ഹലോ സെൻട്രൽ ഹൗസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഫെസ്റ്റിവലിൻ്റെ പേര് വന്നിട്ട് റഗ് ബാക്ക് ഫെസ്റ്റിവൽ എന്നാണ്. ഈ റഗ് ബാക്ക് ഫെസ്റ്റിവൽ വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ജനുവരി 14 മുതൽ 19 വരെയാണ് നമ്മൾ ഈ റഗ് ബാക്ക് ഫെസ്റ്റിവൽ നമ്മുടെ ട്രിവാൻഡ്രം കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് നടക്കുന്നത്. ഇവിടെ മൊത്തം 10ഓളം ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും പിന്നെ ഫുഡ് കോർട്ട് പിന്നെ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കുറേ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നതാണ്. അത് കയറാനുള്ള ടൈമിംഗ് വന്നിട്ട് രാവിലെ 11 മണി മുതൽ രാത്രി 10:30 വരെ ഇവിടെ കയറാവുന്നതാണ്. ഇവിടെ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബുക്ക് മൈ ഷോ സൈറ്റിൽ കയറിയിട്ട് വേണം നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 499 രൂപയാണ്. നമ്മൾ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും 499 പ്ലസ് GST കൂടെ ചേർത്ത് 540 രൂപയാവും. നമുക്കപ്പം ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെയൊക്കെ കുറേ സെക്ഷൻസ് ഉണ്ട്. നല്ല ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെയാണ്, നല്ല കിടിലം ക്വാളിറ്റിയിലൊക്കെയാണ് അവരോട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഇത് വന്നിട്ട് രാവിലെ 11:30 മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഡാൻസ് അതിൻ്റെയൊക്കെ പെർഫോമൻസ് വന്നിട്ട് വൈകുന്നേരം 5:30 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 5:30 മുതൽ രാത്രി ലാസ്റ്റ് ഷോ വന്നിട്ട് 9 മണിക്കാണ്. 9 മണിക്കകത്ത് നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് പല 10ഓളം ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓരോ ദിവസവും ഓരോ പെർഫോമൻസൊക്കെ ആയിരിക്കും. ഞാൻ പോയ ദിവസത്തിലുള്ള പെർഫോമൻസിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും കാണാവുന്നതാണ്. എല്ലാം നല്ല എൻ്റർടൈൻ ചെയ്യുന്ന കുറേ സെക്ഷൻസ് ഉണ്ട്. ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഫോറിൻ കൺട്രീസൊക്കെ കാണുന്ന കുറേ കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അതുമാത്രമല്ല ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കുക. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു എൻജോയ്മെൻറ്റും കൂടെ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഫുഡ് കോർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു കിടില വൈബിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ നമുക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് പോകാവുന്നതാണ്. കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ വേണമെങ്കിൽ കയറി കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി അടുത്ത് പോകുന്നത് നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടെ ഒരു കളരി സെക്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഒരു പെർഫോമൻസ് അവിടെയായിരുന്നു. ഇത് വന്നിട്ട് ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ളൊരു പ്രോഗ്രാമാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കിടിലൻ എൻ്റർടൈൻ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരും.
അങ്ങനെ ഇവിടുത്തെ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഓഡിയൻസിന് തന്നെ നമുക്ക് അവിടെ പോയി സ്റ്റേജിൽ കയറി ഈ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഈ ആർട്ടിസ്റ്റിന് നമുക്ക് ഷേക്ക് ആൻഡ് സെൽഫിയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയി ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോഴത്തേക്കും അടുത്തൊരു സെക്ഷനാണ്. ഇത് നല്ല എൻ്റർടൈനിങ് ഫണ്ണായിട്ടുള്ളൊരു ഷോയാണ്. നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച കണ്ടതിന് ശേഷം മടങ്ങി വരാം. കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ പിന്നെ അടുത്ത് പോയത് ഇവിടുത്തെ ഫുഡ് കോർട്ടിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു സെക്ഷൻ. നല്ല കിടില വൈബിലാണ് അവർ ഇവിടെ കംപ്ലീറ്റ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു കിടില ഫീലായിരിക്കും. നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ നല്ലൊരു ആംബിയൻസ് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ എൻ്റർടൈൻ ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ലൊരു കിടില ലൈറ്റിങ്ങും നല്ലൊരു കിടില വൈബിലാണ് ഇവിടെ കംപ്ലീറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കണ്ടത് 9 മണിക്കുള്ള ലാസ്റ്റ് ഷോ ആയിരുന്നു. ഇതാണ് 9 മണിക്കുള്ള ലാസ്റ്റ് ഷോ. നല്ലൊരു കിടില ഫണ്ണൊക്കെ ആയിരുന്നു. ഇത് ഓരോ ദിവസം ഓരോ പ്രോഗ്രാംസാണ് അവരിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണിത്.
this was the last show at Dragback. This is the second and last show at Dragback. And they have a little problem of understanding even English, but they understand the language of love, and you have given them so much love for these 2 days. Thank you, Daniela, thank you, Kaz. And tomorrow we have ഇതൊക്കെ നമ്മുടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ റഗ് ബാക്ക് ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് എഡീഷൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഈ റഗ് ബാക്ക് ഫെസ്റ്റിവലും കൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. 19-ാം തീയതി വരെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ